കേരളത്തിലുള്ള സുന്നികൾ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയണം. അതിനെന്തും പറയും. മക്കക്കാരാകുന്ന മുശ്രിക്കീങ്ങളെ വേണമെങ്കിൽ മുസ്ലിമീങ്ങളാക്കും. അവർ മുസ്ലിമീങ്ങളാണ് എന്ന് പറയും. അവർ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നവരാണ് എന്ന് പറയും. ഖുർആൻ പച്ചയായ നിലക്ക് പറഞ്ഞ പലതിനെയും എതിർത്തുകൊണ്ട് അതിനെ പരസ്യമായ നിലക്ക് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കും. എന്തിന്? കേരളത്തിലുള്ള സുന്നികളെ മുശ്രിക്കീങ്ങളാണെന്ന് പറയാൻ വേണ്ടി. എന്നാലോ അവരുടെ പിന്നിൽ വന്നുകൊണ്ട് നിസ്കരിക്കും, അവരുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുകയും ചെയ്യും. ഒരാളുടെ പ്രസംഗം കേൾക്കി. അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല എന്ന് പ്രഖ്യാപിക്കാൻ മുഹമ്മദ് മുസ്തഫയോട് പറഞ്ഞത് ഏത് ജനതയോടാണ് പറഞ്ഞത്? അള്ളാഹിനോടും പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്കും നേർച്ച വഴിപാടുകൾ ചെയ്യുന്ന, അള്ളാഹ്ക്കും ബലികർമ്മം നിർവഹിക്കുന്ന അബൂജഹിൽ അടക്കമുള്ള കക്ഷികളുണ്ട് അവിടെ. അവര് റബ്ബിനിതൊക്കെ ചെയ്യുന്നതിൻ്റെ പുറമേ അവര് മറ്റുള്ളവർക്കും ആരാധനകൾ കൊടുക്കുകയാണ്. പച്ചക്കള്ളമാണ് ഈ പറഞ്ഞത്. പച്ചക്കള്ളം എന്ന് ഞാൻ പറയുന്നതല്ല, പരിശുദ്ധമായ ഖുർആനിലെ നസ്സിനിക്ക് എതിരാണ് ഈ പറഞ്ഞത്. ഏതൊരാൾക്കും ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താകുന്ന, ഒന്നിരിക്കെ മദ്രസ പോലും പോവാത്ത കുട്ടികൾക്ക് പോലും അറിയാകുന്ന സൂറത്തുൽ കാഫിറൂൻ, ആ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തിൽ വളരെ വ്യക്തമായ നിലക്ക് തന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ നാട്ടുകാരാകുന്ന മക്കാ മുശ്രിക്കീങ്ങളോട് പറയണം, വല അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന ഒന്നിനെ നിങ്ങൾ ഇന്ന് വരെ ആരാധിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ആരാധിക്കാൻ പോകുന്നുമില്ല എന്ന് വിശാലമായ നിലക്ക് ആ സൂറത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഖുർആനിൽ പറഞ്ഞതിനെ പച്ചയായ നിലക്ക് എതിർത്തുകൊണ്ട് ഇദ്ദേഹം പറയാണ് മക്കാ മുശ്രിക്കീങ്ങളും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു എന്ന്. മുസ്ലിമീങ്ങളെ, കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി എന്തൊക്കെ കോപ്രായത്തങ്ങളാണ് ഇവർ കാണിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ പച്ചയായ നിലക്കുള്ള പറച്ചലിനെ പോലും എതിർത്തുകൊണ്ടാണ് ഇവരുടെ പ്രചരണങ്ങളും പ്രഭാഷണങ്ങളും. അള്ളാഹു ഇക്കൂട്ടരിൽ നിന്ന് നമ്മെയും നമ്മുടെ സമൂഹത്തെയും കാക്കട്ടെ.